ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഗസയിൽ ഇസ്രായേലും ഹമാസും അമേരിക്ക, ഖത്തർ, ഈജിപ്റ്റ് എന്നീ മധ്യസ്ഥ രാജ്യങ്ങളുടെ സാന്നിധ്യത്തിൽ ഏർപ്പെടാനിരുന്ന കരാറിൽ നിന്നും ഇസ്രായേൽ ഏകപക്ഷീയമായി പിന്മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പറയുന്നത്. അതിന് ഇസ്രായേൽ കാരണം പറയുന്നത്, ഹമാസ് ഉറപ്പ് നൽകിയാൽ മാത്രമേ തങ്ങൾക്ക് ഇസ്രായേലി പാർലമെൻറ്റിൽ ഈ കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് വോട്ടിനിടാൻ കഴിയൂ എന്നാണ്. എന്നാൽ ഹമാസ് ഇത് നിഷേധിച്ചിരിക്കുന്നു. തങ്ങൾ മീഡിയേറ്റ് രാജ്യങ്ങൾ, അതായത് മധ്യസ്ഥ രാജ്യങ്ങൾ പറഞ്ഞ കരാർ പാലിക്കാൻ തയ്യാറാണ്. ഇസ്രായേലിൻ്റെ മറിച്ചുള്ള ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഇപ്പോൾ നിലവിൽ അമേരിക്കയും ഖത്തറും ഈജിപ്തും അടങ്ങുന്ന മധ്യസ്ഥ രാജ്യങ്ങൾ ആവശ്യപ്പെട്ട ഈ കരാർ പാലിക്കുന്നതിന് തങ്ങൾ 100% പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇസ്രായേലിൻ്റെ ആരോപണത്തിന് മറുപടിയായി ഹമാസ് വക്താവ് പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത്, തങ്ങൾക്ക് ഈ കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഹമാസ് ഈ കരാർ പാലിക്കുമോ എന്നുള്ളതിന് തങ്ങൾക്ക് ഉറപ്പില്ല എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല ഇസ്രായേലിൻ്റെ നിലപാട് മാറ്റത്തിന് പിന്നിലെന്നാണ് പറയുന്നത്. ഈ ധനകാര്യമന്ത്രി അടക്കമുള്ള തീവ്ര സയനിസ്റ്റുകൾ, സ്മോട്രിച്ചും ബാൻഗവീറും അടങ്ങുന്ന തീവ്ര സയനിസ്റ്റ് വാദികളും തീവ്ര സയനിസ്റ്റ് സംഘടനകളും ഇസ്രായേൽ ഹമാസുമായി ഏർപ്പെടുന്ന കരാറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രായേൽ ഈസ് ചീപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ പ്രക്ഷോഭം നടത്തുന്നത്. കാരണം തീവ്ര സയനിസ്റ്റുകളെ സംബന്ധിച്ച് ഹമാസിന് മുൻപിൽ കീഴടങ്ങുന്ന ഒരു കരാറാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരാർ ഒപ്പിട്ടാൽ ഹമാസിനെ പോലൊരു മിലീഷ്യ ഗ്രൂപ്പിൻ്റെ മുൻപിൽ ഇസ്രായേൽ കീഴടങ്ങിയതിന് തുല്യമാകുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ തീവ്ര സയനിസ്റ്റുകളുടെ പിന്തുണ കൊണ്ട് പ്രവർത്തിക്കുന്ന ഇസ്രായേലിലെ നെതന്യാഹു ഗവൺമെൻറ് ഉടൻ താഴെ വീഴും എന്നുള്ള സാധ്യതയാണുള്ളത്. മാത്രമല്ല, നെതന്യാഹുവിനിൽ വലിയ സമ്മർദ്ദം ഈ തീവ്ര സയനിസ്റ്റ് സംഘടനകൾ ഉണ്ടാക്കുന്നു. ഈ തീവ്ര സയനിസ്റ്റ് സംഘടനകളുടെ സമ്മർദ്ദം മൂലമാണ്, കാരണം ഹമാസിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇപ്പോൾ അമേരിക്കയും ഈജിപ്തും ഖത്തറും നേതൃത്വം നൽകിയ ഈ കരാറിൽ നിന്നും ഇസ്രായേലിൻ്റെ പിന്മാറാനുള്ള ശ്രമം നടക്കുന്നത്. ഏതായാലും ട്രംപ് അധികാരമേൽക്കുന്ന തിങ്കളാഴ്ച മുതൽ വെടിനിർത്തൽ ഇല്ലാതെ ലോകത്ത് മുന്നോട്ട് പോകുമെന്നാണ് നാം കരുതിയിരുന്നത്. അതായത് വരുന്ന ഞായറാഴ്ച 2025 ജനുവരി 19 മുതൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ പിന്മാറ്റം ഈ കരാറിനെ എതിരെ ഉള്ള ഒരു നീക്കമായി നമുക്ക് കരുതാം. കരാർ പ്രഖ്യാപിച്ച അന്നു മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ 82 പേരെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ വധിച്ചിരിക്കുന്നു. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ബന്ദിമോചനത്തെക്കാൾ ഉപരി ഹമാസിന് മുമ്പിൽ കീഴടങ്ങുമോ എന്നുള്ള ഭയവും ദുരഭിമാനവും കരാറിൽ നിന്ന് പിന്മാറുന്നതിന് കാരണമായിരിക്കുകയാണ്. ഏതായാലും ഇസ്രായേലിന് തോൽവി സമ്മതിക്കാൻ മടി, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ തങ്ങൾ തോറ്റു എന്ന് ഈ കരാറിലൂടെ പ്രഖ്യാപിക്കപ്പെടും എന്നുള്ള ദുരഭിമാനം നിമിത്തം അവർ കരാറിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഏറ്റവും അവസാനം ഈ കരാറിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയിരിക്കുന്നു. ഇനി ഈ നീക്കത്തെ അമേരിക്ക എങ്ങനെ കാണും? ട്രംപിൻ്റെ സമ്മർദ്ദത്താൽ, അമേരിക്കയുടെ സമ്മർദ്ദത്താൽ നെതന്യാഹു ഏർപ്പെട്ട കരാറിൽ നിന്നും ഇസ്രായേൽ പിന്മാറുമ്പോൾ എങ്ങനെയായിരിക്കും അമേരിക്കയും ട്രംപും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ എടുക്കുക? അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന, ട്രംപ് നൽകുന്ന, അല്ലെങ്കിൽ ട്രംപ് നൽകാനിരിക്കുന്ന പിന്തുണ ഇനിയും ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇസ്രായേലിന് അമേരിക്കയുടെ ഈ ഒരു കരാറിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഏതായാലും ഇസ്രായേൽ പിന്മാറിയിരിക്കുന്നു, ഈ ഇസ്രായേൽ ഹമാസ് സമാധാന ചർച്ചയിൽ നിന്ന് എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതുതായിട്ട് നൽകാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ അന്താരാഷ്ട്ര വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.